അങ്ങ് വടക്ക് ഛത്തീസ്ഗഡിൽ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നമ്മുടെ പാവം കന്യാസ്ത്രീകൾ കാരണമൊന്നും കൂടാതെ മലയാളികളായ നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതയെയും ഛത്തീസ്ഗഡ് ഭരണവാദികൾ ജയിലിലേക്ക് നയിച്ച അവസ്ഥയിൽ ദുഃഖിതരായി നാം എല്ലാവരും പ്രതിഷേധവുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ സഹോദരിമാര് 3 വ്രതങ്ങളെടുത്ത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 വ്രതങ്ങൾ എടുത്തുകൊണ്ട് അതിനുവേണ്ടി യേശുവിന്റെ യഥാർത്ഥ അനുയായികളായ യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ സദ്വചനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും രോഗികൾക്കും അതോടൊപ്പം തന്നെ നിരാലംബർക്കും ദരിദ്രർക്കും ആശ്വാസവും സമാധാനവും ശാന്തിയും പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ നിന്നും ഈ കേരള നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുന്ന, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്കാണ് ഇപ്രകാരമുള്ള ഒരു ദുരാവസ്ഥ നേരിടേണ്ടി വന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിലെ പൗരന്മാരാണ് നാം ഓരോരുത്തരും. ഇന്ത്യ എന്ന രാജ്യത്തിൽ നാം പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് എന്നുള്ളൊക്കെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നാം നീങ്ങുമ്പോൾ നമ്മുടെ സഹോദരത്തെ തകർക്കുന്ന രീതിയിൽ ഛത്തീസ്ഗഡിലെ ബഹിരംഗ പ്രവർത്തകർ നമ്മുടെ സഹോദരിമാരെ തടഞ്ഞു വെച്ച് മനുഷ്യക്കടത്തെന്ന പേരിൽ, മതം മാറ്റമെന്ന പേരിൽ നമ്മളെ സഹോദരിമാരെ ജയിലിലേക്ക് അടയ്ക്കുവാനായിട്ട് പോലീസ് നോക്കി നിന്ന് അതിലെ ജയിലിലേക്ക് വിളിക്കപ്പെടുകയായിരുന്നു, അടയ്ക്കപ്പെടുകയായിരുന്നു. 9 ദിവസമായി നമ്മുടെ പ്രായമായ രോഗികളായ സഹോദരിമാര് ചോരയും നീരും ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് സമർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മുടെ സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ ഇന്ത്യൻ നിയമസംഹിതയിലെ 144 വകുപ്പ് ചുമത്തിക്കൊണ്ട് NIA ബിലാസ്പൂർ കോടതിയിലേക്ക് അതിനെ നീക്കുകയും കൂടുതൽ രൂക്ഷമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നാം എന്നും അടങ്ങിയിരിക്കുന്നവരല്ല, നാം അടങ്ങിയിരിക്കേണ്ടവരല്ല എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ പ്രതിഷേധവുമായി നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയും മറ്റു രൂപതകളും എല്ലാം മറ്റു സംഘടനകളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് അണിനിരന്നുകൊണ്ട് ഇതിനെ പ്രതിഷേധാത്മകമായി ചിന്തിച്ചുകൊണ്ട് എത്രയും വേഗം ഒരു പരിഹാരം കാണുവാൻ, ഇതുപോലെ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനും നാം പ്രത്യേകമായിട്ട് തീരുമാനമെടുക്കുകയാണ്. യേശുനാഥരെ കുരിശ് തറച്ചപ്പോൾ ചോദിച്ചു, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? അത് ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? അന്ന് അതിലെ പ്രഗത്ഭരായ വ്യക്തികൾ, നയിക്കപ്പെടുന്ന വ്യക്തികൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. ശാന്താമിയെയും അതോടൊപ്പം റാണിമനിയെയും ഒക്കെ പ്രത്യേകമായിട്ട് തുറങ്ങിലടയ്ക്കാനും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുവാനും ചുട്ടുനിക്കപ്പെടുവാനും ഇടവന്നപ്പോൾ പലരും ചോദിച്ചു, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? അതെ, ഇതുപോലെ ന്യായം കെട്ട, നന്ദി കെട്ട അവസ്ഥകൾ നമ്മുടെ നാടുകളിലെ രാജ്യങ്ങളിലൊക്കെ അരങ്ങേറുമ്പോൾ അതിനെല്ലാം പ്രതികരിച്ചേ നമ്മൾ പറ്റൂ. യേശുനാഥൻ തന്റെ അവസാന കുരിശിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾ വസ്ത്രം ഉള്ളവൻ അത് വിറ്റെങ്കിലും വാള് വാങ്ങട്ടെ, വസ്ത്രം വിറ്റെങ്കിലും വാള് വാങ്ങട്ടെ, വെട്ടാനല്ല. വെട്ടിയവരെ അവൾ പറഞ്ഞു, വാൾ അതിന്റെ ഉറയിലിടുക, വാൾ അതിന്റെ ഉറയിലിടുക, വാൾ എടുക്കാനല്ല, പക്ഷെ വാൾ വാങ്ങണം. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു സൂചനയാണ് അവർക്ക്, നമ്മെ എതിർക്കുന്നവർക്ക്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളൊന്നും അധികം അരങ്ങേറുന്നില്ലെങ്കിലും ഇതുപോലെ സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. ഇതുപോലുള്ള അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകാൻ നാം ഇടപെട്ടത് ഇതൊരു താക്കീതാണ്. ഇതുപോലെ ഇനി സംഭവിച്ചാൽ ഞങ്ങൾ വാൾ എടുക്കുകയില്ല, പക്ഷെ വാൾ വാങ്ങും. വാൾ എടുക്കുകയില്ലെങ്കിൽ വാൾ വാങ്ങും. നമ്മുടെ
നാഥൻ പറഞ്ഞത് സ്നേഹത്തിന്റെ മഹത്തായ ചൈതന്യത്തിന്റെ ജീവിതമാണ്. പരസ്പരം സ്നേഹിക്കലിൻ. കുരിശിൽ കിടന്നുകൊണ്ട് അവിടെ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അറിവില്ലാതെ ചെയ്തു പോയതാകാം. പക്ഷേ 2014 മുതൽ ഭാരതത്തിൽ നടന്നു വരുന്ന ആസൂത്രിതമായ ക്രൈസ്തവ പീഡനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 4694 സംഭവങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേതാണ് 2025 ജൂലൈ 25 അന്യമായി തടങ്കലാക്കപ്പെട്ട സിസ്റ്റർ വന്ദനയുടെയും വിശുദ്ധ പീതാമേരിയുടെയും. ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാരണമായ ജയിലിൽ അടയ്ക്കപ്പെട്ട ഈ 2 സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമക്കുരുക്കുകളിലൂടെ മുന്നേറ്റു പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ്. ഭാരതത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്ന മതസ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കാനും ഭാരതത്തിലെ പൗരന്മാർ എന്ന നിലയിൽ ഭാരതത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ടെന്നിരിക്കെ ബജറംഗദൾ, സംഘപരിവാർ പോലെയുള്ള രാഷ്ട്രീയ മത സംഘടനകളുടെ പിൻബലത്തിൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതും അന്യായമായി തടങ്കൽ വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും എതിർക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ച് നിർത്തുവാനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ടയുടെ ഭാഗം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കളി തീക്കളിയാണ്, സൂക്ഷിച്ചോ എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകാം. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നമ്മുടെ പാവം കന്യാസ്ത്രീകളെ മരണമൊന്നും കൂടാതെ